Ready, silence, roll. Rolling. Action. Sorry. Action. കസ്റ്റമർ കെയർ സർവീസിനായി അടുത്ത കൗണ്ടറിലേക്ക് ചെല്ലുക. കുട്ടാന്ന് വിളിക്കും. ആര് വിളിക്കും? എല്ലാവരും വിളിക്കും. നിങ്ങളും? ഞാൻ അച്ഛാ വിളിക്കും. ഞാൻ ശീതളൻ. ശീതളനാ? അപ്പൊ ഞാൻ ശീതളനാണല്ലേ? ഇത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യ ദിവസം മുതൽ കേക്കണതാ. ഡയലോഗ് പറ്റൂലേട്ടാ. മനസ്സിലായി. താഴത്തെ എന്ത് വെള്ളത്തെ മാത്രമേ എടോ ലോലിത, എൻ്റെ മണ്ടൂര് പെയിൻ കൂടി വരികയാണ്. ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് നേരത്തെ ഉണ്ടാവുന്നാ തോന്നുന്നത്. എ പോസിറ്റീവ് ബ്ലഡ് വേണം. എടാ, കൊച്ചിയിലെ കൊതുക് കുടിച്ച് കളയണ ചോരല്ലേ നിൻ്റേത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. അല്ലാതെ നിന്റെ ചോര വീണ മണ്ണിൽ വിപ്ലവത്തിന്റെ പൂമരൊന്നും പൊട്ടി മുളക്കില്ലല്ലോ. നീങ്ങ് വാ. ഓ, എന്റെ മണ്ടോ ഒന്ന് പതുക്കെ സൂക്ഷിച്ച്. പിന്നെ ഇതങ്ങനെ തൊട്ടാ പൊട്ടണ ബോംബൊന്നുമല്ല. ഇതേ എന്റെ കുഞ്ഞാവയാ. ഞാൻ അങ്ങനെ നടന്നു എന്ന് വെച്ചാൽ അവനൊന്നും പറ്റില്ല. പൂർണ്ണ ഗർഭിണികൾ ഫാഷൻ ഷോ നടത്തണ കാല അപ്പഴാ. പ്രസവം കഴിഞ്ഞ് നീ ഓടോ മണ്ടോ ചാടോ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇത് രണ്ടും രണ്ടു വഴിക്ക് ആയാലും എനിക്കൊരു സമാധാനം ഉള്ളതാ. എന്തൊരു കേരള ഹസ്ബൻഡ്. എന്താണ് എന്റെ കയറിന് കുഴപ്പം? എന്നിട്ടാണോ നിങ്ങൾ ഓട്ടോ വിളിച്ചിരിക്കണേ? അത് നിനക്ക് ആശുപത്രി വരെ നടന്നു പോകാൻ വയ്യാത്തോണ്ടല്ലേ. അതല്ല, ഒരു കാർ വിളിക്കായിരുന്നില്ലേ? കാറിനൊക്കെ എന്താടി ചെലവ്? അതിന് വാങ്ങാനല്ലല്ലോ, വാടകയ്ക്ക് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. തൽക്കാലം നീ ഓട്ടോറിക്ഷ കയറി പോയാൽ മതി. നമ്മുടെ റോഡല്ലേ, ചിലപ്പോ അങ്ങ് എത്തുന്നതിന് മുമ്പ് തന്നെ നീ പ്രസവിക്കും. നടക്ക്. അവിടെ എത്തുന്നവരെ കുഴപ്പമൊന്നുമില്ലാതിരുന്ന മതിയായിരുന്നു. എന്താണോ ചിരിക്കണേ? തകർപ്പണയെല്ലാം കണ്ടിട്ടില്ലേ? വണ്ടി എടുക്കടോ. സൂക്ഷിച്ചു പതുക്കെ ഓടിച്ചാൽ മതി കേട്ടോ. ആ പോട്ടെ. കൊലവറി എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റാട്ടോ. താനൊന്നും സെൻഡ് ചെയ്തേ? അതാണ് ഇപ്പൊ സെൻഡ് ചെയ്തോണ്ടിരിക്കണേ. കിട്ടി കിട്ടി കിട്ടി. ഞാൻ തനിക്കന്നൊരു പാട്ട് സെൻഡ് ചെയ്ത് തന്നില്ലേ? കിട്ടിയോ? ഏത് പാട്ട്? ഏതത്? മായാമോഹിനി. മായാമോഹിനി എന്നല്ല, ആര് വരുന്നല്ലോ. നമസ്കാരം. എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുകയാണ്, ലേബർ റൂമിലാണ്. ഏത് നിമിഷം പ്രസവം ഉണ്ടാവും. എനിക്ക് എ പോസിറ്റീവ് ബ്ലഡ് വേണം. കുപ്പി കൊണ്ടുവന്നുണ്ടോ? ഇതെന്താ? വെളിച്ചെണ്ണ വാങ്ങാൻ വന്നതല്ല ഞാൻ. ഞാനിവിടെ വെളിച്ചെണ്ണ വിൽക്കാനും അല്ല ഇരിക്കണേ. തനിക്ക് ഇവിടെ തരാൻ രക്തമില്ല. എന്നാ കുപ്പി കൊണ്ടുവന്നാലോ? ഏതോ എൻസിആറാ? എടോ, താൻ ഏത് കുപ്പി ഇവിടെ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും തനിക്ക് അങ്ങോട്ട് തരാൻ എ പോസിറ്റീവ് രക്തം ഇവിടെ സ്റ്റോക്ക് ഇല്ല. അതെന്ത് പറച്ചിലായത്? ഇത് ബ്ലഡ് ബാങ്ക് അല്ലേ? ഒരു ആവശ്യത്തിന് വന്നാൽ നിങ്ങൾ രക്തം കൊടുക്കണ്ടേ? ബാങ്ക് ആവുമ്പോ നിക്ഷേപം വേണോ? ഇവിടെ എ പോസിറ്റീവ് രക്തം ആരും നിക്ഷേപിച്ചിട്ടില്ല. അപ്പൊ ഇവിടുത്തെ രക്തമൊക്കെ എവിടെ പോയി? ഇവിടുത്തെ രക്തമൊക്കെ ഇന്നലെ ഒരു ഡ്രാക്കുള വന്ന് കുടിച്ചോണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. ഡ്രാക്കുളൊക്കെ ഇപ്പൊ മോഡേണായി, പഴയ പോലെ ഒന്നല്ല. ഇപ്പൊ ബ്ലഡ് ബാങ്കിൽ വന്നിട്ടാ ബ്ലഡ് എടുക്കണേ. താൻ എന്തോ കളിയാക്കുക? നിങ്ങൾ കാര്യം പറയുന്നേ. എന്റെ മണ്ടൂര് ഒരു ആവശ്യം വന്നാൽ ഞാൻ എവിടെ പോയി രക്തത്തിന്? മണ്ടുവിന്റെ കാര്യം പറഞ്ഞിട്ടൊരു മണ്ടം വന്നിരിക്കുക. എന്താണ്? ഒന്നുമില്ല. അല്ല, അയാള് പറയായിരുന്നു നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന രക്തം എടുത്തു തരാന്ന്. ഇതാ നിൽക്കുന്നു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. നിങ്ങൾ രക്തം എടുക്കൂ. ഇതപ്പോ ആരോഗ്യമുള്ള ആള്. എന്റെ ഭാര്യയുടെ അതേ ഗ്രൂപ്പാണ്, എ പോസിറ്റീവ് ആണ്. ഇവർ തമ്മിൽ നല്ല മാച്ചാണ്. ഞങ്ങൾ തമ്മിൽ നല്ല മാച്ചാണെന്ന് നാട്ടുകാരും പറയാറുണ്ടായിരുന്നു. നിങ്ങളെന്താ ചവിട്ടുനാടകം കളിക്കുക? എപ്പോഴാ ഒരു ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ബ്ലഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇയാളുടെ ബ്ലഡ് എടുത്ത് വെക്കൂ. പക്ഷെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ദുഷിച്ച രക്തമാണോ എന്ന് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. അത് പറ്റില്ല. അതെന്താ? ഇത് ബ്ലഡ് ബാങ്ക് അല്ലേ? ഇയാൾ കുറെ നേരമല്ലോ ബ്ലഡ് ബാങ്ക് അല്ലേ എന്ന് പറയണത്. ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഇത് മുറുക്കാൻ കടയില്ല. അല്ല പിന്നെ എടോ, ഇത് മനുഷ്യന്റെ ചോരയാ. ചോര മാറ്റി കുത്തി കഴിഞ്ഞാൽ ആള് വടിയാവും. തനിക്ക് ഒരു ഭാര്യയല്ലേ ഉള്ളൂ? ഇപ്പൊ ഒന്നേ ഉള്ളൂ. അപ്പൊ മുൻപോ? മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അല്ല, തന്റെ പേരെന്താ? എന്റെ പേര് സത്യശീലൻ. എന്റെ സത്യശീലൻ ചേട്ടാ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഹെൽപ്ലെസ്സാ. എന്നുവെച്ചാ നിസ്സഹായരാന്ന്. അതെ, ഇവിടെ ടെക്നീഷ്യൻസ് ഇല്ല. ഈ ചോര എടുത്താൽ മാത്രം പോരല്ലോ, അത് മാച്ച് ചെയ്ത് നോക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റും ചെയ്യണം. ചോരയല്ലേ കേട്ടണേ, പച്ചവെള്ളമൊന്നും അല്ലല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ എന്താ പണി?
ഭാരിച്ച കാര്യങ്ങളൊന്നും താൻ അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാരാ. ഞങ്ങളുടെ അധികാരത്തിന് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അറിയാവുന്ന പണിയല്ലേ ചേട്ടാ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം വേണ്ട അറിവുകളൊക്കെ വെച്ച് ഞാൻ ഇയാളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയണം. ഇന്റർവ്യൂ ചെയ്തിട്ടാണോ ചോര എടുക്കുന്നത്? ഇത് ഇത്രയ്ക്ക് വലിയ സംഭവമാണോ? ചോര കൊടുക്കാൻ വേണം, ചോദ്യത്തിന് ഉത്തരം പറയണം. ഇതെന്തോ ഇത്? എടോ, തനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ? മലമ്പനിയോ വല്ല മാറാരോഗങ്ങളും? ദൈവം സഹായിച്ച് ഇതിനായിട്ടൊന്നും വന്നിട്ടില്ല. പറയാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കണം. എങ്കിലും ഇതാ ടെസ്റ്റ് ചെയ്യൂ. എടോ, ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ആളില്ലാന്ന് തന്നോട് പച്ച മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞേ. രക്തം ചോദിച്ചു വന്നപ്പോ ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. ആളവിടെ ഉണ്ടായിട്ട് നിങ്ങൾ രക്തം എടുക്കുന്നില്ല. ഇനി ചോര എടുക്കാനും ടെസ്റ്റ് ചെയ്യാനുള്ള ആളെ കൂടെ ഞാൻ കൊണ്ടുവരണോ? വേണ്ടി വരും. പിന്നെ ഒരു കാര്യം, കണ്ട അണ്ടനെ അടങ്ങ ഉടനെ ഒന്നും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. ചോര കണ്ട് ശീലമുള്ള ആളെ വേണം കൊണ്ടുവരാൻ. ചോര കണ്ട് ശീലം. ശരി. ഇയാളെ വിളിക്കാൻ പോണേ? ഇയാൾ ഡോണർ അല്ലേ? അവിടെ നിക്കടോ. ശീതള, നമുക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് ഇയാളുടെ ബ്ലഡ് അങ്ങോട്ട് എടുക്കാല്ലേ. ഇതൊക്കെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. ഒന്നും അറിയാത്ത കൊതുക് വരെ ചോര എടുക്കണു. പിന്നെ ഇപ്പൊ നമ്മള് താൽക്കാലിക ജീവനക്കാരല്ലേ? അല്ല, ഇങ്ങനെയൊക്കെ എടുത്ത് പഠിച്ചാലല്ലേ ഇവിടെ സ്ഥിര ജോലി കിട്ടുള്ളൂ. അതന്നെ. നടക്കടോ, പോയി കിടക്കടോ. ഇയാളെന്തിനാ ചിരിക്കണേ? അവിടെ പോയി കിടക്കടോ. നടക്കടോ, അങ്ങോട്ട് അസത്ത് നോക്കി നിക്കണോ? നടക്കങ്ങട്. സാധനം പോ. കുത്തിക്കോ, മനസ്സിലേ? ഒന്നും ഉണ്ടാവില്ല. ഇയാളെന്ത് ചെരിഞ്ഞ കിടക്കണേ? ബ്ലഡ് എടുക്കണ്ടേ? ബ്ലഡ് ഇവിടുന്നല്ല എടുക്കണേ, കൈന്റെ മോളിന്നാ. അയ്യോ, ഇങ്ങനെ പിടിക്ക കൈ. കുത്തിക്കൊന്നും ഉണ്ടാവില്ല. താൻ തനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചോട്ടാ, ഞങ്ങളും വിളിക്കാം. കുത്തിക്കൊന്ന്. ഇയാള് എന്തിനിങ്ങനെ ഞെരിപ്പിരി കൊള്ളണേ? ഒരു ഉറുമ്പ് കടിക്കണ വേദന ഉണ്ടാവുള്ളൂ. ആർക്ക്? തനിക്ക് എന്തൊക്കെ അറിയാണ് മനസ്സിലേ? അയ്യോ, ഇരുന്നു റെഡി കരയണ്ട. ആ കവർ ഒന്ന് നിറഞ്ഞോട്ടെ. കൈയൊന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ മടക്കി നിർത്തിക്കോളൂട്ടാ. വേഗം പേടിക്കണ്ട. ഇനി പോവാ. കിടന്നോളൂ. നിങ്ങൾ എവിടേക്കാ പോണേ? ഒരു ചായ കുടിച്ചിട്ട് വരാടോ. ഇത്തിരി ബ്ലഡ് എടുത്തിട്ട് മരിക്കൊന്നുമില്ല. ഈ സാധനത്തിനൊന്നും അറിയില്ല. പാമ്പിനെ കൊണ്ട് ബോൾ വിഴുങ്ങണം. ഇതാ ചോര കണ്ട് നല്ല ശീലമുള്ളവരാ. താങ്ക് യു ട്ടോ. കുറെ നാളായിട്ട് ഞങ്ങളുടെ ഈ ബ്ലഡ് ബാങ്കിൽ ടെക്നീഷ്യൻസ് ഇല്ലാണ്ടിരിക്കായിരുന്നു. ഇപ്പോഴാണ് ഒരാശ്വാസമായത്. ഇവിടെ ഉണ്ടായിരുന്നവർക്ക് ഹീമോഗ്ലോബിൻ എന്താ, പ്ലാസ്മ എന്താ, ഇതൊന്നും അറിയില്ലായിരുന്നേ. ഞങ്ങളെ പോലെ തന്നെ. അയ്യോ, അറിയട്ടെ. അല്ല, നിങ്ങൾക്കൊക്കെ ചോര എടുക്കാൻ പറ്റുന്നവർ തന്നെയാണോ? പിന്നെ അല്ലാതെ. ഇത് അറവുകാരൻ മൊയ്തു. അസ്സലാമു അലൈക്കും. അറവുശാലയുടെ മുതലാളിയാ. ഇത് കൊച്ചിൻ സുമേഷ്, അറിയപ്പെടുന്ന ഗുണ്ടയാ. ഇയാളെന്താ കഥകളി പഠിച്ചിട്ടുണ്ടോ? രണ്ടുപേർക്കും ചോര കണ്ട് നല്ല ശീല. എടോ, താൻ എന്താ മനുഷ്യനെ കളിയാക്ക? എന്തേ? ടെക്നീഷ്യന്മാരെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് കണ്ട അറിവുകാരെയും അതുപോലെ കൊട്ടേഷൻ ടീമുകാരെയാണോ വിളിച്ചോണ്ടിരുന്നേ? രക്തം കണ്ട് ശീലമുള്ള ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ ചേച്ചി. ഞാൻ എപ്പോഴാടോ തന്റെ ചേച്ചിയായത്? എന്റെ അമ്മച്ചി. അതിന് കുഴപ്പമില്ലല്ലോ. ഇല്ല പച്ച. ഇവന്റെ പിയൂട്ടി എന്ന് പറഞ്ഞ ഓന്റെ പെണ്ണുങ്ങള് ഓക്ക് പേരിന് കുറച്ച് ചോര വേണമെന്ന് പറഞ്ഞു. പേരിന് കുറച്ച് ചോര മതിക്ക് ചേട്ടനെ അങ്ങോട്ട് കൊടുത്താ പോരെ? പേരിനല്ലടോ, പേരിന്, പ്രസവത്തിന്. അതിന് ഇവിടെ വന്ന ഓനങ്ങളെ കൂട്ടിലിട്ട മെരുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കളിക്കല്ലേ. ഇവിടെ എന്താ കുപ്പിയിൽ ചോരല്ലേ? ഡോക്ടറോട് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നു. ഇല്ലെങ്കിലേ ദാ ഇങ്ങോട്ട് നോക്കി. ചോര കണ്ട അർപ്പ് മാറി കയ്യാതിട്ടോ വെറുതെ നിക്കൂലേ. ഭീഷണിപ്പെടുത്തല്ല മോളെ, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. ഇന്റെ ഇറച്ചിപ്പീടിയിലെ പോത്തിന്റെ ആടിന്റെ ഒക്കെ ഇറച്ചി നിന്ന് വളർന്നോനാവൻ. ചാണകത്തിനൊരു കുറവുണ്ടാവില്ല. ചിരിക്കണ്ട. ഓനോന്റെ പെണ്ണുങ്ങൊക്കെ എന്തെങ്കിലും സംഭവിച്ചാല് ഞമ്മളെ വെട്ടുകത്തി വെറുതെക്കൂലേ. എന്തേ, കാശിക്ക് പോവോ? കാശിക്ക് പോവല്ല, മോത്ത് ഭരം കുറിയും ചെയ്യൂ. തന്റെ വെട്ടുകത്തി എന്താ ചോക്ക മനസ്സിലാ? ഭയങ്കര തമാശക്കാരനുള്ള ഭയം. തമാശ. ഇത് കണ്ട, ഇത് വെട്ടുകത്തിയാണ്. ഇത് അടുക്കളയിൽ കറിക്കറിയണ കത്തിയല്ലേ? ഇത് മാത്രമല്ല, ഡബ്ബൂസ്, വെട്ടുകത്തി, കൊടുവാള് മുതലായ സാധനങ്ങൾ എന്തായാലുണ്ട്. തല വെട്ടണോ, കൈ വെട്ടണോ, കാല് വെട്ടണോ എന്നുള്ളത് സത്യശീലൻ ചേട്ടൻ പറഞ്ഞിട്ടില്ല. അതോർത്താ നല്ലത്. അയാളുടെ തല വെട്ടുന്ന കാര്യം എന്തിനാ ഞങ്ങൾ ഓർത്ത് വെക്കണേ? അതെ, ഇവിടെ വന്നിങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസുകാരുടെ എന്റെ അമ്മയോ വിളിക്കുമ്പോഴേക്ക് പാഞ്ഞു കാച്ചുകൊണ്ട് വരായി. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല ഇവിടെ. ഡോ ഇങ്ങോട്ട് നോക്ക്. പറ്റില്ല. 4-5 ലക്ഷം രൂപ ചെലവ് വെച്ചിട്ട് ഇവിടെ തണുപ്പിക്കുന്ന ഒരു യന്ത്രം കുന്ത്രണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ അതിന്റെ പേര്? ബ്ലഡ് റെഫ്രിജറേറ്റർ. അതന്നെ, അക്കുന്ത്രണ്ണം. പിന്നെ വേറൊരു കോപ്പുണ്ടല്ലോ. എന്തേലും സത്യശീല അതിന്റെ പേര്? മൈക്രോകോപ്പ്. ആ അതന്നെ, സ്കോപ്പല്ല, സ്കോപ്പ്. അതന്നെ. അതൊക്കെ അവിടെ മേടിച്ചു വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ കുത്തിക്കളിച്ചോളി രണ്ടാളും കൂടെ. അതൊന്നും എനിക്കറിയണ്ട. എന്റെ ഭാര്യയുടെ പ്രസവത്തിന് രക്തം വേണ്ടി വന്നാൽ ഇവിടെ രക്തം ഉണ്ടാവണം. ഇയാളുടെ ഭാര്യ എന്താ കല്ലും കാട്ടുന്നില്ല? സത്യശീലൻ ചേട്ടാ,
എന്താ എന്തുട്ടി? ഇവര് രണ്ടുപേരും കൂടെ എന്നെ ചോരയും നീര് ഊറ്റി എടുത്ത് ചണ്ടിയാക്കി. അയ്യോ 2 കുപ്പി ചോരെങ്കിലും വേണം, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. നിങ്ങൾ ഇവന്റെ ദേഹത്ത് നിന്ന് എത്ര കുപ്പി രക്തം എടുത്തത്? ചുമ്മാ കിട്ടുകയാണെന്ന് വിചാരിച്ച് മൊത്തം കൂറ്റിയോ? അതെ, ഇയാളിങ്ങനെ ഇവിടെ കിടന്നിട്ട് കുഴഞ്ഞു മറിയാനൊന്നുമില്ല. തന്റെ ശരീരത്തിൽ നിന്ന് ഊർന്നു പോയ രക്തം 24 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഉണ്ടായിക്കോളും. അല്ല പിന്നെ എന്തായാലും ഞാനും മണ്ടൂരും തമ്മിൽ രക്തബന്ധമെങ്കിലും ഉണ്ടായല്ലോ, സന്തോഷമായി. ഈ രക്തബന്ധം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു ബന്ധമാണ് അല്ലേ സത്യശീല ചേട്ടാ? കൊതുവിനെ പറഞ്ഞ പോരെ. മാഡം, ഞാനിപ്പോ ലേബർ റൂമിലാണ് വരുന്നത്. അത്യാവശ്യമായിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുമ്പ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവും, വല്ല അബോർഷനോ മിസ്കാരേജ് എന്തെങ്കിലും. ഉണ്ടായിണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ആവശ്യം വരില്ലല്ലോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ പഞ്ചായത്ത് പറഞ്ഞ് നിൽക്കേണ്ട കാര്യം നടത്തിയെന്ന് എന്ത് പറഞ്ഞാലും ചർച്ച 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 ചർച്ച. നിങ്ങൾ എന്താ ചാനൽ ആൾക്കാരോ? എന്റെ മണ്ടൂന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ രണ്ടിനും ഞാൻ കൊലമരത്തിൽ കയറ്റും. മറികേറ്റ കട നിൽക്കട്ടെ, ആദ്യം എന്റെ പിയുട്ടിന്റെ വയറ്റിൽ നിന്ന് കുട്ടി ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഇവന്റെ മേലെടുത്ത ചോരെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്ന്. നിങ്ങൾ അതൊന്നും നോക്ക്, എനിക്ക് എന്തായാലും വേണ്ടില്ല, രക്തം വേണം. ഇയാളെന്താ ഡ്രാക്കുളെ? സത്യശീല, രക്തം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ആ പറഞ്ഞത് നേരത്തെ നടത്ത്. എത്ര നേരം അല്ലേ ചോര എടുത്ത് ഇവിടെ കിടത്തിയിരിക്കുന്നു? അല്ല, ഞാൻ അറിയായിട്ട് ചോദിക്കുക. നോക്കുത്തിയുള്ള പോലെ നിങ്ങളെ രണ്ടാളെ ഇവിടെ ഇരുത്തിക്കണല്ലോ. നടപടിക്രമം എന്താന്ന് വെച്ചാൽ നടത്തിയ നിങ്ങള്. അതിനായിട്ട് റാപ്പിഡ് ടെസ്റ്റ് നടത്തണം. നിങ്ങൾ കുറെ നേരം ടെസ്റ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്നാ പിന്നെ അത് ഞാൻ നടത്തിക്കൂടെ? എടോ, അത് നടത്താൻ റാപ്പിഡ് ടെസ്റ്റ് കിറ്റ് വേണം. നീ കിറ്റ് നമ്മള് പെരേനെടുത്ത് കൊണ്ടുവരണം നിങ്ങൾക്ക്. അയ്യോ, അതൊന്നും വേണ്ട. അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കാര്യക്ഷമതേ. അതിന് ഒരു കാര്യക്ഷമത ഇനി. ഞാൻ വിളിച്ചു പറഞ്ഞു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഇപ്പൊ തന്നെ ടെസ്റ്റ് കിറ്റ് ആയിട്ട് എത്തും. ആർക്ക് വേണ്ടപ്പെട്ട? മാഡത്തിന് വേണ്ടപ്പെട്ട? താനേ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തതാ. ഓട്ടമോനെ സത്യശീല, ഇത് കൈവിട്ടുപോയി. ഇത് ഡോക്ടർമാരുടെ കയ്യിലൊന്നല്ല, ഈറ്റങ്ങളെ കയ്യിലാണ് അന്റെ പെണ്ണുങ്ങളെ ഭാവി കിടക്കണത്. കിട്ടിയാ കിട്ടി. ഇതൊക്കെ എന്റെ മണ്ടു പഠിച്ചവരോട് പ്രാർത്ഥിച്ചുവിടറോ. വാ പോര്, വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഞാനും എന്റെ മണ്ടുവിന് എന്തെങ്കിലും പറ്റട്ടെ. Thanks for calling me. You are looking very gregarious. ഗ്രിഗോറിയസോ? അതാരാ? ഗോർജസ് ആണോ ഉദ്ദേശിച്ചേ? അതെല്ലാരും പറയാറുണ്ട്. പിന്നെ മാഡം ആവശ്യപ്പെട്ട ഒരു ടെസ്റ്റ് കിറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനി പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ബ്ലഡ് ബാങ്കിന്റെ സാമ്പിളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തുറക്കട്ടെ മാഡം? അല്ല, ഈ ലെതർ ബാഗ് ഉണ്ടോ? അത് കിട്ടിയാ നന്നായിരുന്നു. മാഡം നമ്മുടെ കയ്യിൽ നിന്ന് 500 ബ്ലഡ് ബാഗുകൾ മേടിക്കുകയാണെങ്കിൽ ഞാനൊരു ലെതർ ബാഗ് മാഡത്തിന് സമ്മാനമായി തരാം, ഉറപ്പ്. അതെ, ഈ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ലൈസൻസ് ഉള്ള കമ്പനികളുടെ രക്തസഞ്ചി മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു നിയമമുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അത് പിന്നെ മാഡത്തെ കണക്കൊരു സുന്ദരി വിചാരിച്ചാൽ ഈ നിയമമൊക്കെ തടസ്സമാവും. അതൊന്നുമില്ല. എന്നാൽ ഈ ഗുണനിലവാരം കുറഞ്ഞ രക്തസഞ്ചികളുടെ രക്താക്കുന്നതേ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ കാര്യമായിട്ട് ബാധിക്കും. എനിക്കൊരു മനസാക്ഷി കുത്ത്. ഒരു ഒറ്റ കുത്ത് വെച്ചിരിക്കുന്നു. അല്ല പിന്നെ മനസാക്ഷിയുടെ പോവാൻ പറ മാഡം. മനസാക്ഷിയുടെ കുത്തും ചവിട്ടുമില്ലാതെ ജീവിക്കാൻ ശീലിക്കണം നമ്മൾ. ബ്ലഡ് ബാഗ് വാങ്ങിയാൽ മാഡത്തിലുള്ള സമ്മാനമായി 5 ലെതർ ബാഗ് ഞങ്ങൾ വീട്ടിലെത്തിച്ചേരാം. പിന്നെ കയ്യിലും കഴുത്തിലും ഒക്കെ തൂക്കിയിട്ട് നടക്കാലോ. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വാഗ് മാറ്റരുത്. മാറ്റില്ല മാഡം. പിന്നൊരു കാര്യം മാഡം, വല്ല റോഡപകടത്തിലെങ്ങാനും പെട്ട് ഞാൻ ഈ ആശുപത്രിയിൽ വന്നാൽ ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുത്ത് തന്നെ കുത്തിവെക്കല്ലേ? എടോ, ഞങ്ങൾ ഇന്നലെ വടക്കാഞ്ചേരി സോനം ക്ലബിന്റെ രക്തനിർണയ ക്യാമ്പിന് പോയിണ്ടായിരുന്നു കേട്ടാ. ഒന്നും മിണ്ടാണ്ടിരിക്കോ, ഞാൻ ഇവിടെ ഗെയിം കളിക്കാന്നറിയില്ലേ. ഏത് നേരം ഗെയിം തന്നെ, അല്ലെങ്കിൽ രക്തത്തിനെ കുറിച്ച് ഒരു ചിന്തയില്ല. എനിക്ക് നല്ലോണം രക്തമുണ്ട്. അപ്പൊ പിന്നെ സാർമാരെ, സ്ഥിരമായിട്ട് നമ്മളെ പീടിയെന്ന് ഇറച്ചി വാങ്ങണോനാ. പോത്തും മൂരിയൊക്കെ നന്നായിട്ട് തിന്നിട്ട് നല്ല ആരോഗ്യമാണ്. കുത്തോണാവോ? അപ്പളേ ഓനോട് ചോറ് കൊടുക്കാൻ റെഡിയാണോ ചോദിച്ചപ്പോ ഓ റെഡിയാന്ന്. മറ്റേ ചെക്കന്മാരൊക്കെ ഒരു സ്നേഹേ, രാജ്യസ്നേഹോ. ഗ്രേറ്റ് മാൻ. ആ സുലൈമാന്റെ മോനാ. ഞാനൊന്നും പറഞ്ഞില്ല. എന്താ ജോലി? ഞാൻ ഇവിടുത്തെ കൗൺസിലറാ. ചോര കൊടുക്കുന്നിടത്ത് കോർപ്പറേഷന്റെ കൗൺസിലർമാരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ പണി ഇവിടെ? എന്തുട്ട് ഇയാള് പറഞ്ഞ കൗൺസിലർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന ആളുകളെ ഉപദേശിക്കുക. ദാതാവിന്റെ ജോലി, ദാതാവിന്റെ കുടുംബ സാഹചര്യം, പിന്നെ എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ, HIV പോലത്തെ രോഗങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. കാരണം അങ്ങനെയുള്ള രോഗങ്ങളുള്ള ആൾക്കാരുടെ ബ്ലഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞു കൊടുക്കല എന്റെ പണി. അതാ നിങ്ങളെ പണി അല്ലേ? നിങ്ങളെ പണിയോ? പെണ്ണുങ്ങളെ പെണ്ണുങ്ങളോ? ആകെ ഒരാളല്ലേ ഉള്ളൂ. ഓരോ പണി അതന്നെ ആയിരിക്കും തോന്നുന്നു. ദാതാവേ. താറാവോ? ഇയാള് താറാവ് കച്ചവടക്കാരനാ? അല്ല, ഞാൻ റെഡിയാ, എന്നെ ഉപദേശിച്ചോളൂ. ഇനിയിപ്പോ ഉപദേശിക്കാനൊന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. HIV പോലുള്ള രോഗങ്ങളുള്ള ആൾക്കാരുടെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല. അതന്നെ. എന്റെ രക്തത്തിന് കുഴപ്പമൊന്നുമില്ല സാറേ. ഞാനങ്ങനെ വേണ്ട ഇനത്തിനൊന്നും പോകുന്നതല്ല. ധൈര്യമായിട്ട് എടുത്തോളൂ. കണ്ടോ, ഇങ്ങനത്തെ ചെക്കന്മാർ കിട്ടുമോ ഇപ്പൊ നാട്ടില്, ദുനിയാവില്? സത്യശീലിന്റെ ഭാഗ്യ അവനെപ്പോലുള്ളവനൊക്കെ കിട്ടിയത്. ഇപ്പൊ എനിക്ക് തോന്നുകയാണേ, എന്റെ ചോരയും കൂടി ഒന്ന് നോക്കിയാലോ മുമ്പക്ക്. എന്തിനാ എല്ലാം കൂടി കൊളാക്കാനാ?
അല്ല ചേരുമ്പടി ചേരാണ് ഓക്കാണ്ട് കൊടുക്കാലോ നമ്മളെ സത്യശീലിന്റെ പെണ്ണുങ്ങൾക്കേ. ചേരുമ്പടി ചേർക്കാൻ ഇവിടെ ആരും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇട്ടില്ലല്ലോ. അതന്നെ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ പോയിട്ട് അല്ലേ? അതായിരിക്കും നല്ലത്. ടെസ്റ്റ് ചെയ്തിട്ട് വരാം. എന്നാ പോരും വാ. ആ മൊഞ്ചത്തി അയക്കണ്. എന്റെ മേഡം എന്റെ ജീവൻ പോയിന്നാ നമ്മൾ വിചാരിച്ച്. പിന്നെ ഇങ്ങനെ താനും ഇവിടെ വന്നിരിക്കണേ? അല്ല ജീവൻ പോയ മാതിരിയായി പോയി. ഈ ഓന്ത് നിറമാറണ പോലെയല്ലേ നമ്മളെ ചോരന്റെ നിറമാറണ്. ഇത് കണ്ടോ നിങ്ങള്? നമ്മളെ സത്യശീലിന്റെ പെണ്ണുങ്ങൾക്ക് ഇത്തിരി ചോര കൊടുക്കാൻ ചോദിച്ചു നമ്മൾ പോയി ടെസ്റ്റ് ചെയ്തതാ. 2-3 ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട് അത് നോക്കി നിങ്ങള്. ഒന്നില് ബി പോസിറ്റീവ്, ഒന്നില് ബി നെഗറ്റീവ്, ഒന്നില് വേറെന്തോ ഒരു നെഗറ്റീവ്. ഇതിപ്പോ ഏതാ നമ്മൾ വിശ്വസിക്കുക? താനിത് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്തതല്ലല്ലോ. അലപ്പെടുതല്ല. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലുണ്ടോ ഇങ്ങനെ ഒരു തെറ്റുപറ്റില്ല? മനുഷ്യന്റെ ചോരന്റെ കാര്യല്ലേ? അല്ല അവിടുത്തെ ലാബ് ടെക്നീഷ്യൻസിന് തെറ്റുപറ്റാലോ. അല്ല നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തത്തെടുക്കും പോലെ ഒന്ന് എടുത്താളി. എന്നാൽ എനിക്ക് ഉറപ്പിക്കാലോ എന്റെ ഒന്ന്. ഇതെന്താ തത്തെടുക്കണ പോലെ എടുക്കാൻ ഞാൻ കാക്കാത്തിയോ? അല്ല ഉറപ്പിക്കണ്ട എനിക്കൊന്ന്. ഇതിപ്പോ ഏതാന്ന്? ഇത് ബി പോസിറ്റീവ് എന്നാ പറഞ്ഞു. ഇത് എ പോസിറ്റീവ്, ഇത് വേറെന്തോ പോസിറ്റീവാ. എ ബി പോസിറ്റീവ്. ആ ഇതിൽ ഏതായിരിക്കും ഇപ്പൊ എന്റെ? ഒരു കാര്യം ചെയ്യുമോ ഇതു? ആ താൻ വീട്ടിലേക്ക് ചെന്നോളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നാളെ വരുമ്പോ പറയാം. നാളെയാണ് മയ്യത്തായില്ലെങ്കിൽ നമ്മൾ വരാം. അയ്യോ എന്താ അങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ അല്ലാണ്ട് ഇപ്പൊ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയല്ലേ? നിങ്ങൾ നാളെ ഉണ്ടാവും, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറയുന്നാല് നാട്ടുകാരിങ്ങനെ തോന്നുമ്പോ ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇവിടെ എങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടോ? ഇവിടുത്തെ റെഫ്രിജറേറ്റർ കേട് വന്നിട്ട് മാസങ്ങളായി. ആ മൈക്രോസ്കോപ്പ് കൂടെ നോക്കി കഴിഞ്ഞാൽ ഉറുമ്പിനെ പോലും കാണില്ല. പിന്നെ അല്ല, ഈ സാധനങ്ങളൊക്കെ നേരെക്കാൻ പറഞ്ഞിട്ട് കൊട്ടേഷൻ കൊടുത്തതാ. ഒരാളിതുവരെ തിരിഞ്ഞു നോക്കിണ്ടോ? എന്നിട്ട് നമുക്ക് ആ കുറ്റം മുഴുവനും. കഷ്ടായിട്ടുണ്ട് ദൈവേ. എന്തിനാ ഈ ശമ്പളം മേടിക്കണേ? മടുത്തു ശീതള. പിന്നെ അല്ല, എന്താ ചെയ്യാവോ നീ? എന്റെ ഭാര്യ രക്തം കൊണ്ടെഴുതിയ കത്താണിത്. ചോരോണ്ട് എഴുതി വായിച്ചു നോക്ക്. ഇത് ചോദമഷി കൊണ്ട് എഴുതിയതല്ലേ? വായിക്കടി. എഡി ഡാഷ് മൂരാച്ചി ടെക്നീഷ്യൻസ്. രക്തം കിട്ടാതെ മരിച്ചാൽ രക്തരക്ഷസായി ഞാൻ പുനർജനിക്കും. 2ന്റെയും എല്ലും നഖവുമേ പിന്നെ ബാക്കി കാണും. പ്രതികാരദാഹിയായ യക്ഷിയായി ഞാൻ മാറും. അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇട്ട് ഓടിക്കാതെ വേഗം വേണ്ടത് ചെയ്യും. ശീതള വേഗം വിളിക്കുക ഏതെങ്കിലും നല്ല ബ്ലഡ് ബാങ്കിലേക്ക്. എന്നിട്ട് 2 കുപ്പി ബ്ലഡ് കൊണ്ടുവരാൻ പറ. ഞാനിപ്പോ എവിടേക്ക് വിളിക്കുക?